Bless the Lord, oh my soul, oh my soul, and worship His holy name. Sing like never before, oh my soul, and worship Your holy name. The sun comes up, it's a new day drawing. It's time to sing His song again. Whatever may pass and whatever lies before me, let me be singing till the evening comes. Bless the Lord, oh my soul, oh my soul, I worship His holy name. Sing like never before, oh my soul, I worship Your holy name. You're rich in love and You're slow to anger. Your name is great and Your heart is kind. For all Your goodness, I will keep on singing. 10,000 reasons for my heart to find. Bless the Lord, oh my soul, oh my soul, I worship His holy name. Sing like never before. കഴിഞ്ഞൊരു വർഷക്കാലം നിങ്ങളോടൊപ്പമായിരുന്നു. ഞാൻ 2018 ഫെബ്രുവരി 13-നാണ് ഞാനിവിടെ ചാർജ് എടുക്കുന്നത്. ഏതാണ്ട് 7 വർഷങ്ങൾ ഈ ഇടവകയിൽ നിങ്ങളോടൊപ്പമാകാൻ കഴിഞ്ഞു. നിങ്ങളുടെ സന്തോഷങ്ങളിൽ, നിങ്ങളുടെ ദുഃഖങ്ങളിൽ, നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൊക്കെ കൂടെ നിൽക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. നിങ്ങൾക്കൊന്നു നിങ്ങൾ പുലർത്തുന്ന ആ ഒരു കുടുംബ അന്തരീക്ഷം. ഇവിടെ സർവ്വച്ചൻ ചോദിച്ച എൻ്റെ ഡ്രസ്സൊക്കെ ഇത്ര ഭംഗിയായിട്ടിരിക്കുന്നത് അച്ഛൻ ഞാൻ കേൾക്കാറില്ല. ഈ ഡ്രസ്സ് അലക്കി മേശപ്പുറത്തിട്ടാൽ മതി, അത് തേച്ചിടുന്നത് ഇവിടുത്തെ കുഞ്ഞുങ്ങളും അല്ല അമ്മമാരും ഒക്കെയാണ്. ആൺപിള്ളേർ ഓപ്പ തേച്ചോളും, യൂത്ത് പെൺപിള്ളേർ വരുമ്പോൾ അവർ ഷർട്ടന്മാരൊക്കെ തേച്ചോളും, ഇല്ല അമ്മമാർ വരുമ്പോൾ അവർ തേച്ചോളും. അതുകൊണ്ട് അച്ഛൻ വൃത്തിയായിട്ട് നടക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ അച്ഛനെ അത്രയ്ക്കും സ്നേഹത്തോടെ നിങ്ങളോർമ്മ എൻ്റെ മുന്നിലേക്ക് വൃത്തിയായിട്ട് നടക്കുന്ന എന്നാന്നല്ലേ ഞാൻ ചെയ്തൊന്നുമല്ല കേട്ടോ. എല്ലാ ഞായറാഴ്ച ചെയ്ത് പിള്ളേരെങ്കിൽ വരും, അച്ഛൻ മാറിപ്പോക്കോ, അച്ഛനോട് വെള്ളം നിർത്തുമ്പോൾ താക്കോല് കൊടുത്തോട്ട് പോയാൽ മതി. അവരെൻ്റെ മുറി ഉൾപ്പെടെ അടുക്കി വൃത്തിയാക്കി അതിലെന്തെല്ലാം വൃത്തിയാക്കി വയ്ക്കണോ അത് വൃത്തിയാക്കി വെച്ച് പലപ്പോഴും ഞാൻ അവരോടാണ് ചോദിക്കുന്നത്, ആ മുറിയിൽ ആ സാധനം എവിടെ ഇരിക്കുന്നത്. അവർക്ക് കൃത്യമായി ഉത്തരം ഉണ്ടാകാം. പലപ്പോഴും എനിക്കതറിയില്ലെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഒരു കുടുംബത്തിൻ്റെ അപ്പനെ പല്ലേക്കാളും പ്രായം കുറവായിരിക്കും, പക്ഷേ ഒരു കുടുംബനാഥൻ എന്ന രീതിയിൽ ഒരപ്പനടുത്ത സ്നേഹം നിങ്ങൾ ഓരോരുത്തരും എനിക്ക് നൽകുന്നു. തീർച്ചയായിട്ടും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ, വിമർശനങ്ങളുണ്ട്. അവിടെ പോലും നിങ്ങൾ കൊടുക്കുന്ന ഒരു ആദരവുണ്ട്. ചിലപ്പോഴെങ്കിലും നിർണായകമായ കാര്യങ്ങളിൽ അച്ഛൻ എന്ത് പറയുന്നു എന്നുള്ള ഒരു തീരുമാനത്തിൽ അതിൽ ചേർന്ന് പോകുന്ന ഒരു ശൈലിയും ആ ഒരു സ്നേഹവും നിങ്ങൾ കാട്ടുന്നത്. അതുകൊണ്ട് അച്ഛനിങ്ങനെ മിടുക്കനും സുന്ദരനും സുഖനൊക്കെ നടക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു ജനത്തിൻ്റെ ഒത്തിരി ത്യാഗം എടുക്കുന്നൊരു ജനം നിങ്ങളാണ്. അച്ഛനെ ഇങ്ങനെ മനോഹരമായി കൊണ്ട് നടക്കുന്നത് ഞാൻ നിങ്ങളുടെ സ്നേഹം. എന്താണ് പറഞ്ഞത്, പൗരോഹിത്യത്തെക്കുറിച്ച് ഞാൻ വല്ലാതെ സന്തോഷിക്കുകയും എൻ്റെ പൗരോഹിത്യത്തിന് അഭിമാനിക്കുകയും ചെയ്യുന്നതിനിടമായിട്ട് ഈ തെക്കക്കര എൻ്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട തെക്കക്കര ഓർക്കുകയാണ്. എൻ്റെ പൗരോഹിത്യത്തിൽ വല്ലാത്തൊരു സന്തോഷം തോന്നുന്ന ദിവസങ്ങളൊക്കെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ തെക്കക്കരയിലെ എൻ്റെ പ്രിയപ്പെട്ട ജനമേ, നിങ്ങളോട് നിങ്ങൾ കാട്ടിയ ത്യാഗം, നിങ്ങളുടെ സമ്മാനം ഞാനത് വാങ്ങരുതെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് അവരെന്നോട് ഇനിഞ്ഞാന്ന് രാവിലെയാണ് അച്ഛനും കാര്യമൊന്നും പോലും പറഞ്ഞത്. എന്തൊക്കെയായാലും ഇതിൻ്റെയൊക്കെ പിന്നെ ഞാൻ നിങ്ങളുടെ സ്നേഹം അറിയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഏറ്റവും സ്നേഹത്തിൻ്റെ നന്ദിയോടെ പ്രാർത്ഥനയോടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുകയാണ്.